വറഹ്മത്തുള്ളാ. അൽ വഹ്ദത്തുൽ ആശിറ ആദാബുൽ ഹിവാർ, സംഭാഷണത്തിൻ്റെ മര്യാദകൾ. ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കൾ തമ്മിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് നമ്മുടെ കഥയുടെ പശ്ചാത്തലം. കാലങ്ങൾക്ക് ശേഷം ഉമർ എന്ന സുഹൃത്തിൻ്റെ വീട്ടിലാണ് ചെറുപ്പകാലത്ത് കൂടെ പഠിച്ചിരുന്ന ബാല്യകാല സുഹൃത്തുക്കൾ മുഴുവൻ ഒരുമിച്ച് കൂടുന്നത്. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ്, ബിസിനസ്മാൻ, വലിയ വലിയ ഉദ്യോഗസ്ഥർ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം കളി ചിരി തമാശയായിട്ട് കൂടുന്നതിനിടെയാണ് പെട്ടെന്ന് അതിലെ ഖാലിദ് എന്ന് പറഞ്ഞുള്ളൊരു വ്യക്തി തൻ്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റിൻ്റെ പാക്ക് എടുക്കുന്നു. അയാൾ വിചാരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് വളരെ രസകരമായ ഒരു കാര്യമായിരിക്കും, എല്ലാവരും സിഗരറ്റൊക്കെ വലിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെയാണ് അദ്ദേഹം സിഗരറ്റ് എടുക്കുന്നത്. പക്ഷേ ഇത് ബാക്കിയുള്ള ആളുകൾക്ക് ആരിഷ്യം സൃഷ്ടിച്ചു. അവരാരും ഇങ്ങനെ വലിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന ആളുകളല്ലായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട അലി, അമീൻ, ഉമർ എന്നിവരെല്ലാം ഖാലിദുമായിട്ട് ചില പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു. അഥവാ സംഭാഷണം സൗഹൃദ സംഭാഷണത്തിൽ നിന്നും മാറിയിട്ട് തർക്കത്തിലേക്ക്, രൂക്ഷമായ തർക്കത്തിലേക്ക് നീങ്ങി. അതിനിടക്കാണ് അഹ്മദ് എന്നു പേരുള്ള മറ്റൊരു സുഹൃത്ത് വന്ന് അതിനിടയിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കടന്നു വരുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ വരുന്ന ചർച്ചകളൊക്കെ, തർക്കങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ മോഡറേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് ഖാലിദിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അഹ്മദും ബാക്കിയുള്ള സുഹൃത്തുക്കളും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു സംഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സംഭാഷണത്തിൻ്റെ മര്യാദകൾ എന്ന പേരുള്ള നമ്മുടെ പാഠം തുടങ്ങുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാനൊന്ന് വായിക്കുക, കേൾക്കുക. സയ്യിദ് സന്തോഷവാൻ, റാഫഖ ഇണക്കി ചേർക്കുക, ഗമറ മൂടുക, ഹനീൻ സ്നേഹം, അമൽ ആഗ്രഹം, തുമൂഹ് ലക്ഷ്യങ്ങൾ, ആഗ്രഹം എന്നുള്ള അർത്ഥമുണ്ട്, ദാഫി ഖരീബ്, ഹമീം ഊഷ്മളമായ, തബാദല പരസ്പരം കൈമാറുക, ഉസ്രത്ത് കുടുംബം, തനാവല ഭക്ഷിക്കുക, ജെയ്ബ് പോക്കറ്റ്, ഒൽബത്ത് അതുപോലെ ഒൽബത്ത് പോക്കറ്റ്, തബഗ് വെറ്റില അല്ലെങ്കിൽ പോല, മദാഖ് രുചി, തസറുഫ് പ്രവൃത്തി, ഇസ്തഖ്റബ അമ്പരപ്പിക്കുക, നിഖാഷ് തർക്കം, ഹാദ് ശക്തമായ, ഖതിയത്ത് അവസ്ഥ, മറഹ അല്ലെങ്കിൽ മറഹ് സുറൂർ സന്തോഷം, മുത്തവക്കയ പ്രതീക്ഷിതം, ഇദ്ദഹന പുകവലിക്കുക, അർഖ താഴ്ന്ന, ഹറബ പരിശീലിക്കുക, ജറബ പരിശീലിക്കുക, ഫാജ അപ്രതീക്ഷിതമായി അറിയുക അല്ലെങ്കിൽ വരിക, മഹാത്തിർ അപകടം, ഖത്തറ എന്നുള്ള അർത്ഥം, വഅയ് ബുദ്ധി, ഇദ്രാഖ് സ്വബോധം, അസാറ ഇളക്കി മറിക്കുക, സ്വാഹ അട്ടഹസിക്കുക, ബററ ന്യായീകരിക്കുക, എഴുതറഫ തിരിച്ചറിയുക, വാഖഈ റിയലിസ്റ്റിക് അല്ലെങ്കിൽ പോസിറ്റീവ് എന്നുള്ള അർത്ഥം, ഇഹ്തദ ശക്തി പ്രാപിക്കുക, ജാവസ വിട്ടുകിടക്കുക, ഗുർഫത്ത് മുറി, ഷഖൈ കൂട്ടുകാരൻ, തലഹഫ ആകാംക്ഷയുണ്ടാവുക, ഇഖ്തറഹ തേടുക അല്ലെങ്കിൽ ആരായുക, ഇസ്തിംറാർ പരിഹാരം, ഇൽത്തിസാം മുറുകെ പിടിക്കുക, ഇദാറത്ത് മോഡറേഷൻ, ഫറള അടിച്ചേൽപ്പിക്കുക. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. അത് നമുക്ക് സംഭവത്തിലേക്ക് തുടങ്ങാം. ഇൽതഖൽ അസ്തിഖാഉ ബഅദ തൂലി ഗയാമി ഫി അഹദി അയ്യാമി ശിതാഇൽ ബാരിദ വകാനു ജമീഅൻ സുഅദാ ബിഹാദൽ ലിഖാഇ അല്ലദി ജമഅഹും ഫി മൻസിലി സ്വദീഖിഹിം ഉമർ. ഇൽതഖൽ അസ്തിഖാഉ കൂട്ടുകാർ കണ്ടുമുട്ടി, ബഅദ തൂലി ഗയാബിൻ ഒരുപാട് കാലഘട്ടത്തിന് ശേഷം, ഗൈബ് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാതിരിക്കുക, ഒരുപാട് കാലഘട്ടത്തിന് ശേഷം, ഫി അഹദി അയ്യാമി ശിതാഇ ഒരു ശൈത്യകാലത്ത്, അൽ ബാരിദ നല്ല തണുത്ത, വക്കാനു അവരായിരുന്നു, ജമിയാൻ മുഴുവൻ ആളുകളും, സുഅദാ സന്തോഷവാന്മാരായിരുന്നു, ബിഹാദൽ ലിഖാ ഈ ഒരു കണ്ടുമുട്ടൽ കൊണ്ട്, അല്ലതി എങ്ങനത്തെ ജമാഅഹും അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ഫി മൻസിലി സ്വദീഖിഹിം ഉമർ അവരുടെ ബാല്യകാല സുഹൃത്തായ ഉമറിൻ്റെ വീട്ടിൽ, ഫഹുവല്ലതി ഉമറാണ്, ബഹസാൻഹും ഇവരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചത്, വദഅഹും അവരെല്ലാം ക്ഷണിച്ചതും, ഇലഹി അവൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവനാണ് ഈ കണ്ടുമുട്ടൽ ഉണ്ടായത് എന്നർത്ഥം. ഫഖദ് ഫറഖത് ബൈനഹുമുൽ അയ്യാമു അവർക്കിടയിൽ കാലം വേർതിരിവ് കാണിച്ചത്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവർ കാണുന്നത് എന്നർത്ഥം. കാലം വിടവുണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ കസറത്ത് മശായിലിൽ ഹയാത്തി ജീവിതത്തിൻ്റെ വിവിധ ഉത്തരവാദിത്തങ്ങളും അവർക്കിടയിൽ വിടവുണ്ടാക്കിയിരിക്കുന്നു.
എന്നിട്ടും ജമാഅത്തുഹും അവരെ ഒരുമിച്ച് കൂട്ടിയത് എന്താണ്? അസ്വദാഖത്തു. ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കൂട്ടുക, രണ്ടർത്ഥമുണ്ട്. ജമാഅത്തുഹും അവരെ ഒരുമിച്ച് കൂട്ടിയത് അസ്വദാഖത്തുൽ ഖദീമ, പഴയ സൗഹൃദമാണ്. അല്ലത്തി എങ്ങനത്തെ? റാഫഖത്തുഹും അവരെ ഇണക്കി ചേർത്തിരിക്കുന്നു ഫി തുഫൂല, ചെറുപ്പത്തിൽ, ഫി അസ്നാഇ ദിറാസത്തിൻ ഫിൽ മദ്രസ, മദ്രസയിലെ അവരുടെ പഠനകാലത്തിനിടയ്ക്ക് അവരുടെ ബാല്യകാലത്തെ അവരെ ഇണക്കി ചേർത്തിരിക്കുന്ന ആ പഴയ സൗഹൃദമാണ് അവരെ ഒരുപാട് കാലത്തിന് ശേഷവും അവരെ ഇണക്കി ചേർത്തത്. വക്കാനൽ അസ്തിഖാവു, സുഹൃത്തുക്കളായിരുന്നു, ഫരിഹീന സ്വാദ, വളരെ സന്തോഷവാന്മാരും ഉന്മേഷവാന്മാരുമായിരുന്നു. യഗമുറുഹും അവരെ മൂടുന്നു, അൽ ഹനീനു ഇഷ്ടം, സ്നേഹം, അയ്യാമി സിബ ചെറുപ്പകാലത്തെ, വദ്ദിറാസ അതുപോലെ പഠനകാലത്തെയും ആ ഒരു സ്നേഹവും സൗഹൃദവും ഇപ്പോഴും അവരെ മൂടുന്നു. പിന്നെ എന്താണ് അവരെ മൂടുന്നത്? മാരിഫത്ത് അഖ്ബാരി കുല്ലി വാഹിദി മിൻഹും, അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളെയും അറിയുക എന്നതും. അപ്പോൾ അതുപോലെ അഹ്വാലിഹിൽ ജദീദ്, ഓരോരുത്തരുടെയും പുതിയ പുതിയ കാര്യങ്ങളും. വമ ഒന്നുമല്ലത് എങ്ങനെ? ഹക്കക്ക അവൻ, അല്ലെങ്കിൽ ഏതാണ് ഒരു സുഹൃത്ത് എന്നർത്ഥം, അവൻ പൂർത്തീകരിച്ചിരിക്കുന്നു ഹു ആ ഒന്നിനെ, മിനൽ ആമാലിവത്തു മുഹാദ് ആഗ്രഹങ്ങളിൽ നിന്നും ഇച്ഛകളിൽ നിന്നും അവൻ പൂർത്തീകരിച്ച, ഈ സുഹൃത്തുക്കൾ പൂർത്തീകരിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ടും അറിയലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? പിന്നെ ഇവരെ മൂടിയിരിക്കുന്നു എന്നർത്ഥം. അഥവാ ഇതൊക്കെയാണ് ഇവർ ഈ ഒരു സന്ദർഭത്തിനിടയിൽ അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്നർത്ഥം. ഫക്കാന ഇവരുടെ ഈ ഒരു പിന്നെ ഒത്തുകൂടലായിരുന്നു ലിഖാഅൻ ഹമീമൻ, വളരെ ഊഷ്മളമായിട്ടുള്ള ഒത്തുകൂടലായിരുന്നു. ദാഫിഅൻ വളരെ അടുപ്പമുള്ള. അൻസാഹും അവരെ നമ്മൾ പറഞ്ഞു തണുപ്പ് കാലമാണെന്ന് പറഞ്ഞു അല്ലേ. അൻസാഹും അവരെ മറപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ബുറൂദത്ത് ശിതാഇ, ഈ ഒരു ശൈത്യകാലത്തെ തണുപ്പിനെ പോലും മറപ്പിക്കുന്ന രീതിയിലുള്ള ചൂടുള്ള ഊഷ്മളമായിട്ടുള്ള കണ്ടുമുട്ടലായിരുന്നു ഇത്. വാഹദു അവർ തുടങ്ങി യതബാദലൂന പരസ്പരം കൈമാറാൻ അൽ അഹാദീസ അൻ അഹ്വാലിഹിം അവരുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ, വ അഖ്ബാരി ഉസർഹിം അവരുടെ കുടുംബങ്ങളെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ, വമാ ഒന്നും വസലയിലേഹി ആ ഒന്നിലേക്ക് എത്തിയിരിക്കുന്നു, കുല്ലുവാഹിദ് മിൻഹും അവർ ഓരോരുത്തരും എത്തപ്പെട്ട സ്ഥാനത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ പരസ്പരം കൈമാറാൻ അവർ തുടങ്ങി. വാസ്ന അദാലിക്ക അതിനിടയിൽ ഹുദ്ദിമലഹും അവരിലേക്ക് കൊണ്ടുവരപ്പെട്ടു തുആമുൽ ഖദാഇ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ പ്രാതൽ ഭക്ഷണം അവരുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ ബാദ അൻ തനാവുൽ തുആമ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബദഉ യശ്റബൂന ശായ അവർ ചായ കുടിക്കാൻ തുടങ്ങി. വൽ ഖഹ്വ അതുപോലെ കാവയും കുടിക്കാൻ തുടങ്ങി. വൈന്ദമാ അഖ്റജ ഖാലിദ് മിൻ ജൈബിഹി ഉൽബത തബഗൻ വൈന്ദമാ അഖ്റജ ഖാലിദ് പുറത്തെടുത്ത സമയത്ത് മിൻ ജൈബിഹി അവൻ്റെ പോക്കറ്റിൽ നിന്നും ഉൽബത്ത് തബഗൻ ഒരു സിസറിൻ്റെ പാക്കറ്റ് പുറത്തെടുത്തപ്പോൾ, തബഗ പറഞ്ഞാൽ വെറ്റില എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. എന്നിട്ട് വഖറജ ലി അസ്തിഖാഹിയ കൂട്ടുകാർക്ക് അത് നീട്ടിയ സമയത്ത്, ഓക്കെ, വൈന്ദഹ അതിനിടക്ക് അഖ്റജ ഇങ്ങനെ ചായ കുടിക്കുന്നതിനിടക്ക് വൈന്ദഹ അതിനിടക്ക് അഖ്റജ ഖാലിദ് പുറത്തെടുത്തു മിൻ ജൈബിഹി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഉൽബത്ത് തബഗൻ ഒരു സിസറിൻ്റെ പാക്കറ്റ്, വഖദ്ദമഹ അത് നീട്ടി ലി അസ്തിഖാഹി തൻ്റെ കൂട്ടുകാർക്ക്. ബാദാൻ അഖദ മിൻഹ വാഹിദത്തൻ ലി നഫ്സി ബാദാൻ അഖദ മിൻഹ അതിൽ നിന്നും എടുത്തതിന് ശേഷം വാഹിദത്തൻ ഒന്നെടുത്തതിന് ശേഷം ലി നഫ്സി തനിക്ക് ഒരു സിസർ എടുത്ത് എന്നിട്ട് ബാക്കി കൂട്ടുകാർക്ക് നീട്ടുകയും ചെയ്തു. വഹുവ ആഴത്തകത് ഏതവസ്ഥയിൽ അവൻ വിശ്വസിക്കുന്നത് അന്നഹു തീർച്ചയായിട്ടും കാര്യം യുക്രിമുഹു അന്നഹു തീർച്ചയായിട്ടും അവൻ യുക്രിമുഹും തൻ്റെ കൂട്ടുകാരെ എന്ത് ചെയ്യാണ്? വന്ദിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ബിമദാഖിൻ ത്വയ്യിബിൻ നല്ല രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രസമുള്ള വസ്തു കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുകയാണ് താൻ ചെയ്തത് എന്നാണ് അവൻ വിചാരിക്കുന്നത്, കൊടുത്ത ഖാലിദ് വിചാരിക്കുന്നത്. പക്ഷേ വക്കാന ഹാദ തസറുഫ് ഈ ഒരു പ്രവൃത്തിയായിരുന്നു മുസ്തഖരിബൻ മിനൽ ജമീഇ മുസ്തഖരിബൻ അത് അമ്പരപ്പിക്കുന്നതായിരുന്നു മിനൽ ജമീഇ ഒരുപാട് ആളുകളെ അമ്പരപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു ഇത്. വാസ്ബഹ അതായി മാറി ബിദായത്തിൻ ഒരു തുടക്കമായി മാറി ലിഹ്വാരിൻ തൊവീലിൻ നീണ്ട ഒരു ചർച്ചയ്ക്കുള്ള തുടക്കവുമായി അത്. വനിക്കാഷിൻ ഹാദിൻ ബൈനുൽ അസ്തിഖായി തൻ്റെ ഈ കൂട്ടുകാർക്കിടയിലുള്ള ഒരു രൂക്ഷമായ ചർച്ചക്കും കാരണമായി അത്. കാത ഏത് തർക്കം കാത യുഅദ്ദി അത് പിന്നെ എത്താൻ തുടങ്ങി ഇലാ ഖതിയത്തിൻ ഒരു രൂപത്തിലേക്ക്. എങ്ങനെ? തുഫ്സിദു ജവ്വൽ മറഹി വസ്സുറൂർ ഈ ഒരു സന്തോഷത്തിൻ്റെയും ഹർഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ ഈ ഒരു വിശേഷത്തെ മോശമാക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഈ ഒരു ചർച്ച എത്തി. അപ്പോൾ ബദ നിക്കാഷ് നീ എങ്ങനെയാണ് ആ പ്രശ്നം തുടങ്ങിയതെന്ന് പറയണം. ബദ നിക്കാഷ് ആ ഒരു തർക്കം തുടങ്ങി ബിസൂറത്തിൻ ഗൈർ മുത്തവഖയ അപ്രതീക്ഷിതമായിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു തർക്കം തുടങ്ങിയത് പറയാണ്. ഖാലിദ് പറഞ്ഞു തഫദലു തൻ്റെ കൂട്ടുകാരോട് പറയുന്നു തഫദലു ഇവിടെ വരി ഹല്ലക്കും തദ്ദഖനുമായി നിങ്ങൾ എൻ്റെ കൂടെ പുകവലിക്കില്ലേ? അപ്പോൾ അലി പറഞ്ഞു ഇല്ല വ ശുക്രൻ നന്ദി താങ്ക്സ് അനലാദഹൻ ഞാൻ പുകവലിക്കാറില്ല.
അമീൻ പറഞ്ഞു വാനലാദഹൻ ഞാനും പുകവലിക്കാറില്ല. ഉമർ പറഞ്ഞു വാന അയില ഞാനും കടിക്കാറില്ല. അഹമ്മദുള്ള അന്നിലാ ദഹൻ ഞാൻ പുകവലിക്കാറില്ല. അള്ളാഹുവിന് സ്തുതി. അപ്പോൾ ഖാലിദ് പറഞ്ഞു മുസ്തഖരിബൻ, അദ്ദേഹം അവനിങ്ങനെ അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു, ഇതൊരു ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടതാണ് കേട്ടോ. മുസ്തഖരിബൻ അത്ഭുതപ്പെട്ട് കണ്ട് അവൻ പറഞ്ഞു മാബിക്കുല്ലാത്ത ദഹനോ, നിങ്ങൾക്ക് എന്താണ് മാബിക്കു, നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്ത ദഹനോ, നിങ്ങൾ എന്താ പുകവലിക്കാത്തത്? ഇന്നാ തീർച്ചയായിട്ടും അത് മിൻ അർഖാൻ വായ് ദുഖാൻ, ഈ ഒരു ദുഖാനിൻ്റെ പുകവലിയുടെ ഏറ്റവും ചെറിയ രൂപമാണ് അല്ലേ. പിന്നെ പാൻപരാഗും ഹാൻസും ഹാഷിഷും എന്നല്ലല്ലോ, കറുപ്പൊന്നല്ലല്ലോ, വളരെ ചെറിയ രൂപമല്ലേ. അർക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോലമായിട്ടുള്ള. ജെറിബുഹ, നിങ്ങളതിനെ എന്താക്കണം, ജറബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശീലിക്കുക. അപ്പോൾ ഓൻ പറയാണ് ജെറിബുഹ, നിങ്ങളതിനെ പരിശീലിക്കുക. ഇല്ലി തെസ്തായതു നശാത്തിക്കും, നിങ്ങൾക്ക് നല്ല ഒരു ഉന്മേഷമൊക്കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ബീഡിക്ക് വലിച്ചോളി. തെസ്തംതിയോ നിങ്ങൾക്ക് സുഖിക്കാനും ബിത്തുഅമിൽ ഗദ പ്രഭാത ഭക്ഷണത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സുഖം ഉണ്ടാകാനും നിങ്ങൾ അതിനെന്ത് ചെയ്യുക, പരിശീലിക്കണം. ഫറദ്ദൽ ജമി, അപ്പോൾ എല്ലാവരും അവനെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു മാബിക്കാൻ, തനിക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്ത് പറ്റി? ലഖദ് ഫാജഅതന, ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്, ഫാജ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഇപ്പോഴാണ് അപ്രതീക്ഷിതമായാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് അന്നക ദദ്ദഹൻ, നീ പുകവലിക്കുമെന്ന കാര്യം. അപ്പോൾ അലി പറഞ്ഞു ലം അതസവ്വർ യൗമൻ, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അന്ന സദിയഖല്ലന, നമ്മുടെ ഒരു കൂട്ടുകാരൻ യഖബലു ഹാദിഹിൽ ആദത സിയ്യ, ഇങ്ങനത്തെ മോശമായൊരു പ്രവൃത്തിയെ സ്വീകരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്ന് അവൻ പറഞ്ഞു. ഓ മാരിഫത്തിന, നമുക്ക് അറിയുന്നതിനോട് കൂടെ ബി മഹാതിരിഹ കസീറ, അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ പ്രശ്നങ്ങളും അതിൻ്റെ അപകടങ്ങളൊക്കെ നമുക്കറിയാം. അതിനോട് കൂടെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ വലിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഖാലിദ് പറഞ്ഞു ഓ മാതാ ഫിദാലിക്, അതിലെന്താ അത്ര പ്രശ്നം? ഇന്ന അക്സറന്നാസി യദ്ദഖനൂൻ, അധികം ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, യദ്ദഖനൂൻ പുകവലിക്കുന്നുണ്ട്. അപ്പോൾ അമീൻ ഇടപെട്ടു. ലൈസ അക്സറും, അധികം ആളുകളും വലിക്കുന്നില്ല. ബൽ ഹും, മറിച്ച് ഹും, ആ പുകവലിക്കുന്ന ആളുകൾ അതതും മിനന്നാസി, ജനങ്ങളിൽ നിന്നുള്ള കുറച്ച് ആളുകളാണ്. എങ്ങനത്തെ ആളുകൾ? അക്കല്ലു ഇതിറാക്കൻ, അവർക്ക് ബുദ്ധി കുറവാണ്. ഇപ്പോൾ വായിക്കാൻ ബോധം കുറവാണ്. അപ്പോൾ ബുദ്ധിയും ബോധമില്ലാത്ത കുറച്ച് ആളുകൾ മാത്രമാണ് പുകവലിക്കുന്നത്. നീ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും പുകവലിക്കുന്നില്ല. അപ്പോൾ ബുദ്ധിയില്ലാത്തവരാണ് പുകവലിക്കുന്നതല്ല ഈ ഒരു വാക്ക്. അത് അസാറ തിൽക്കൽ ഇബാറത്തു, ആ ഒരു ഇബാറത്ത് പിന്നെ ഇളക്കി മറിച്ചു ഖാലിദിനെ. കാരണം പ്രശ്നം ഉണ്ടാക്കിയെന്നില്ല അർത്ഥം. ഇവനെ ബുദ്ധിയില്ലാത്തവനായി ചിത്രീകരിച്ചല്ലോ. അപ്പോൾ ബദ അസൗദുഹു യാലു, അവൻ്റെ ശബ്ദം ഉയരാൻ തുടങ്ങി. വർദ്ദ ഖാലിൻ, അവൻ മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ മറുപടി പറയാണ്. ഖാലിദ് പറഞ്ഞു ബൽ അക്തറുന്നാസി, ഈ പുകവലിക്കുന്നുണ്ട് നീ പറഞ്ഞല്ലോ അല്ലേ, ഈ കുറച്ച് ആളുകൾ പുകവലിക്കുന്നുണ്ട്, ബുദ്ധിയില്ലാത്ത ആളുകളാണ് പുകവലിക്കുന്നത് നീ പറഞ്ഞല്ലോ. ബൽ അക്തറുന്നാസി, അധിക ആളുകളും ഈ പുകവലിക്കുന്ന അധിക ആളും ഫഹ്മലി അൽറാഹി, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യദ്ദഖരൂൻ, അവർ പുകവലിക്കുന്നത്. അല്ലയോ? അപ്പോൾ അലി പറഞ്ഞു യസീഹ് ബി സൗത്തിൻ ആലിൻ, അലി യസീഹു, അവൻ ഒച്ച വെക്കുന്നു ബി സൗത്തിൻ ആലിൻ, ഉയർന്ന ശബ്ദത്തിൽ. ലാ യ ഖാലിദ്, അങ്ങനെയൊന്നല്ല ഖാലിദെ. ലാ തുബരീർ അൽ ഖത, നീ നിൻ്റെ തെറ്റിനെ, ലാ തുബരീർ, നിൻ്റെ തെറ്റിനെ ന്യായീകരിക്കണ്ട. ബി ഖതയിൻ അക്ബറ മിൻഹു, അതിനേക്കാളും വലിയൊരു തെറ്റുകൊണ്ട് ഇനി ന്യായീകരിക്കണ്ട. അപ്പോൾ ഖാലിദ് പറഞ്ഞത് ഈ പുക വലിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ അപകടം അറിയാം, വലിയ അപകടമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞിട്ടാണ് അവന് വലിക്കണമെന്നാണ് ഇവൻ ഖാലിദ് പറഞ്ഞത്. അപ്പോൾ അലി പറയണത് അങ്ങനെയൊന്നല്ല, അഞ്ചേതായാലും വലിക്കുന്നുണ്ട്, ഒരു തെറ്റാണ്. പക്ഷേ ബാക്കിയുള്ള ആളുകളെ എന്ത് ചെയ്യരുത്, നിൻ്റെ തെറ്റുകൊണ്ട് നീ ന്യായീകരിക്കണ്ട. അപ്പോൾ ഉമർ പറഞ്ഞു ബൽ ഇന്ന ബഅദൽ മുദ്ദഖനീൻ. അപ്പോൾ ഖാലിദ് പറയണം എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞു പിന്നെ ഈ പുക വലിക്കുന്ന ആളുകളൊക്കെ എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല എന്നവർ പറയുന്നു. അപ്പോൾ ഉമർ പറയാണ് ബൽ ഇന്ന ബഅദൽ മുദ്ദഖനീൻ, പക്ഷേ ചില മുദ്ദഖനീങ്ങൾ വലിക്കുന്ന ആളുകൾ യുഖറുന ബി അൽറാഹി, അതിൻ്റെ ബുദ്ധിമുട്ടുകളെ തൊട്ട് എന്ത് ചെയ്യണം, അവർ അംഗീകരിക്കുന്നുണ്ട്. യഅ്തരിഫൂന ബിഹ, അതിൻ്റെ പിന്നെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് അവർ ബോധവാന്മാരുമാണ്. അപ്പോൾ ഖാലിദ് ഉടനെ പറഞ്ഞു മാദാലിഖനൂൻ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അവർ വലിക്കുന്നുണ്ടല്ലോ അല്ലേ. യാസ്തിഖായി, എൻ്റെ സുഹൃത്തുക്കളെ, ലാ തുസദ്ദിഖൂ, നിങ്ങൾ വിശ്വസിക്കണ്ട. കുല്ലമാ യുഖാലുക്കും, നിങ്ങളോട് ഇങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങളും ആരാനും നിങ്ങളോട് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ പുക വലിച്ചോളിയടാ എന്ന് ഖാലിദ്. അപ്പോൾ അമ്മയും പറഞ്ഞു വഹൽ തുരീദുന, നീ എന്താണ്, നീ ഞങ്ങളെ വിശ്വസിക്കുകയാണോ? അന്നുസദ്ദിഖ അൻത, ഞങ്ങൾ നിന്നെ സത്യമാക്കണം, നീ പറയുന്നത് സത്യമാക്കണം എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ടോ വനുക്കദ്ദിബു, ഞങ്ങൾ കളവാക്കണം. അല്ല ഉലമാ അവൽ അതിബ അവൽ ബാഹിത്തീന, ഡോക്ടേഴ്സിനെയും വലിയ വലിയ പണ്ഡിതന്മാരെയും ചിന്തകരെയും ഞങ്ങൾ കളവാക്കണം. അവർ പറയുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ പറയണം, നീ പറയുന്നത് സത്യമാണ്, നിന്നെ വാസ്തവമാക്കുകയും വേണം. അങ്ങനെയാണോ നീ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണോ പറയുന്നത്? ഖാലിദ് പറഞ്ഞു കൂനു വാഖഇൻ, ബി പോസിറ്റീവ്, നിങ്ങളൊന്ന് റിയലിസ്റ്റിക്കായി ചിന്തിച്ചു നോക്ക്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം എന്ത് ചെയ്യണേ, വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വഹുന, ഇപ്പോൾ ഇവിടെ അഖദത്തിൽ അസ്വാതു തഅലു, ശബ്ദം ഉയരാൻ തുടങ്ങി. ഒബദ നിഖാശു,
ഈ തർക്കം തുടങ്ങി, യഹ്തദ്ദു ശക്തിയാവാൻ തുടങ്ങി, വലം യഅദ് വാളിഹൻ ഒന്നും കൃത്യമായിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല, വലം യഅദ് ഒന്നും മടങ്ങിയില്ല, വാളിഹൻ അഥവാ പിന്നെ വ്യക്തമായിട്ട് മടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ തർക്കം എന്ത് ചെയ്യുക, മുറുക എന്നല്ലാതെ ശാന്തതയിലേക്ക് മടങ്ങുന്നില്ല. വജാവസത്തിൽ അസ്വാത്തുൽ ഈ ഒരു ശബ്ദം മുറിച്ചു കടന്നു, അല്ല ഓറഫ ഇവർ നിൽക്കുന്ന റൂം കടന്ന് പുറത്തേക്കും ഈ ശബ്ദം വ്യാപിച്ചു എന്നർത്ഥം, എത്തി എന്നർത്ഥം. അപ്പോഴാണ് വജാ അഹ്മദ് വന്നു. അഹ്മദ് ആരാണ്? ഷഖീഖ് ഉമറിൻ്റെ വലിയൊരു സുഹൃത്താണ്. മുസ്ലിയാൻ പെട്ടെന്ന് വന്നു. യതലഹഫു അവൻ അറിയാനുള്ള താല്പര്യത്താൽ ലിമ ആരിഫത്തി മാ ഹദസ സംഭവിച്ചത് എന്താണെന്ന് അറിയാനുള്ള താല്പര്യത്താൽ ആകാംക്ഷാഭരിതനായിട്ടാണ് അവൻ വന്നത്. ഒബാദാൻ അറഫസ് സബബ അവൻ ഈ ഒരു കാരണം അറിഞ്ഞതിന് ശേഷം ഇഖ്തറ അലൈഹിം അവരോട് തേടി, അവരോട് ആരാഞ്ഞു അൽ ഇസ്തിംറാറ പരിഹാരം കാണാമെന്ന്, പിന്നെ കാശ് ഈ ഒരു തർക്കത്തിൽ പരിഹാരം കാണാമെന്ന് അവൻ എന്ത് ചെയ്യും അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവരോട് ആരാഞ്ഞു. അവൻ പരിഹാരം കാണാമെന്ന് പറഞ്ഞു. വലാക്കിൻ പക്ഷേ ബിഷർത്തിൽ ഇൽത്തിസാം ബിആദാബിൽ ഹിവാർ ബിഷർത്തിൽ ഇൽത്തിസാമി മുറുകെ പിടിക്കലോട് കൂടെ ബി ആദാബിൽ ഹിവാരി സംഭാഷണത്തിൻ്റെ മര്യാദകൾ മുറുകെ പിടിക്കലോട് കൂടെ എന്ന ഷർത്ത് കൊണ്ട് അവൻ എന്ത് ചെയ്തു, അഥവാ ഇങ്ങനെ നിങ്ങൾ ഈ സംഭാഷണത്തിൻ്റെ മര്യാദകളൊക്കെ മുറുകെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക ഇതിന് പരിഹാരം കാണാമെന്ന് അവന് എന്ത് ചെയ്തു പറഞ്ഞു എന്നർത്ഥം. ഫവാഫഖു അപ്പോൾ ജമിയ അവരെല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അലി പറഞ്ഞു നെത്ലുബ് മിൻകയ അഹമ്മദ്, അഹമ്മദാണല്ലോ ഇപ്പോൾ മോഡറേറ്ററായി വന്നത് ഈ ചർച്ചയുടെ. നെത്ലുബ് മിൻകയ അഹമ്മദ് നിന്നിൽ നിന്ന് ഞങ്ങൾ തേടുന്നു ഇദാറത്തിൽ ഹിവാരി ചർച്ചയുടെ മോഡറേഷൻ നീ പറയണം, അതാണ് ഞങ്ങൾ തേടുന്നത്. അപ്പോൾ അഹമ്മദ് പറഞ്ഞു, ആദ്യമായിട്ട് അഹമ്മദ് പറയുന്നത് ലാ തുഫരിൽ റഅയ്യക, ഓരോരുത്തരോടും പറയാണ് ലാ തുഫരിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത് റഅയ്യക നിൻ്റെ അഭിപ്രായത്തെ, അഥവാ നിങ്ങളുടെ വാദത്തെ, വഖ്തിയാറക്കാൻ നിങ്ങളുടെ അഭിപ്രായത്തെ മലൽ ആഖിറീന മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കരുത്. വലാക്കിൻ പക്ഷേ ഷാരിഖുഹും അവരോട് യോജിക്കുക ഫിർ റഅയി അഭിപ്രായത്തിൽ, അഥവാ അഭിപ്രായത്തിൽ യോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരോട് പിന്നെ കാര്യങ്ങളൊക്കെ അവരോട് യോജിക്കുക, എന്നിട്ട് പറയാനുള്ളത് പറയാം, അല്ലാതെ തൊട്ടുടൻ എന്ത് ചെയ്തത് അതിനെ പിന്നെ എതിർത്താണ്ടാണ് സംസാരിക്കരുത്. അപ്പോൾ അൽ ജമിയോ മുഴുവൻ ആളുകളും പറഞ്ഞു നഹ്നു ഞങ്ങൾ മുവാഫിഖൂന ഞങ്ങൾ മുറുകെ പിടിക്കും ബി അല ഹാദിൽ ഇഖ്തിറാഹി ഈ ഒരു അഭിപ്രായത്തിൻ്റെ മേൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ഇനി അഹമ്മദ് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ചർച്ചയുടെ മോഡറേഷൻ നടത്തുകയാണ്. അപ്പോൾ അർത്ഥങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.